Assalamu alaikum wa rahmatullahi wa barakatuh. Dear educators, ട്രെൻഡ് എഡ്യൂക്കേറ്റർ പദ്ധതിയുടെ ഭാഗമായുള്ള മൂന്നാമത്തെ ആക്ടിവിറ്റിയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. PSC ആൻഡ് SSC വൺ ടൈം രജിസ്ട്രേഷൻ. കഴിഞ്ഞ രണ്ട് ആക്ടിവിറ്റികളിലായി നമ്മൾ നമ്മുടെ പ്രദേശത്തെ പ്രാദേശിക വിദ്യാഭ്യാസ സമിതി രൂപീകരിച്ചു. അതിനുശേഷം 15 വയസ്സിനും 30 വയസ്സിനും ഇടയിൽ പ്രായമുള്ള ആൾക്കാരുടെ ഡാറ്റ കളക്ട് ചെയ്തു. അതിൽ പ്രധാനമായും നമ്മൾ ഫോക്കസ് ചെയ്തത് വിദ്യാർത്ഥികളെയും അതേപോലെ തന്നെ അഭ്യസ്തവിദ്യരായി എന്നാൽ കൃത്യമായ സ്ഥിര ജോലിയിൽ പ്രവേശിക്കാത്തവരെയുമാണ്. ഇവരുടെ ഡാറ്റ ഉപയോഗിച്ചുകൊണ്ട് ഇവർക്ക് വേണ്ടി നമുക്ക് ചെയ്തു കൊടുക്കാൻ കഴിയുന്ന അടുത്ത വളരെ പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനം എന്ന് പറയുന്നത് PSC ആൻഡ് SSC വൺ ടൈം രജിസ്ട്രേഷനാണ്. നമുക്കറിയാം, യുവാക്കളുടെ കരിയർ സ്വപ്നങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു മേഖല എന്നത് ഗവൺമെന്റ് തലത്തിൽ ഒരു ജോലി ലഭിക്കുക എന്നതായിരിക്കും. അപ്പോൾ ഗവൺമെന്റ് മേഖലയിൽ ജോലി ലഭിക്കണമെങ്കിൽ നിർബന്ധമായും അവർ ചെയ്തിരിക്കേണ്ട പ്രവർത്തനം എന്ന് പറയുന്നത് ഒന്നാമതായി ഒന്നുകിൽ സ്റ്റേറ്റ് ഗവൺമെന്റ്, കേരള ഗവൺമെന്റ് കീഴിലുള്ള ജോലിയാണ് അവർ ആഗ്രഹിക്കുന്നതെങ്കിൽ കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ സൈറ്റിൽ വൺ ടൈം രജിസ്ട്രേഷൻ നടത്തേണ്ടതുണ്ട്. ശേഷം വരുന്ന ജോലി ഒഴിവുകളിലേക്ക് അപേക്ഷിക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ കേന്ദ്ര ഗവൺമെന്റ് കീഴിലുള്ള ജോലിയാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ വളരെ പ്രധാനപ്പെട്ട അട്രാക്റ്റീവായ പല ജോലികളും നമുക്കറിയാവുന്ന പോലെ തന്നെ CBI, അതേപോലെ ED, ദെൻ കസ്റ്റംസ്, പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ്, അങ്ങനെ വിവിധങ്ങളായ സെൻട്രൽ ഗവൺമെന്റ് കീഴിലുള്ള ജോലികളാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അതിനു വേണ്ടിയിട്ട് രജിസ്റ്റർ ചെയ്യേണ്ട സൈറ്റ് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷന്റെ സൈറ്റാണ്, SSC ആണ്. കാരണം ആ ജോലിയിലേക്ക്, അത്തരത്തിലുള്ള ജോലികളിലേക്കുള്ള റിക്രൂട്ടിംഗ് ഏജൻസി എന്ന് പറയുന്നത് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷനാണ്. അപ്പോൾ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ വഴി ഏതൊക്കെ ജോലി ലഭ്യമാകുമെന്നതും അതിന്റെ അട്രാക്ഷൻസ് എന്തൊക്കെയാണെന്നും വളരെ കൃത്യമായിട്ട് വളരെ നേരത്തെ നമ്മൾ ട്രെൻഡ് ഒരു വീഡിയോ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് PSC ആൻഡ് SSC വൺ ടൈം രജിസ്ട്രേഷൻ എങ്ങനെ നടത്താമെന്ന് വളരെ കൃത്യമായി സ്ക്രീൻ റെക്കോർഡിങ്ങിന്റെ സഹായത്തോടു കൂടി ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ്. നിങ്ങൾ സാങ്കേതികമായി ഒരുപാട് അവഗാഹമില്ലാത്തവരാണെങ്കിൽ പോലും വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് ചെയ്തു തരാൻ കഴിയുന്ന രൂപത്തിൽ ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്തുകൊണ്ടാണ് നിങ്ങളെ പരിചയപ്പെടുന്നത്. അതുകൊണ്ട് കൃത്യമായിട്ട് വീഡിയോ കാണുക. ഈ വീഡിയോ 2 ഭാഗമായിട്ടാണ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുക. ആദ്യ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് PSC വൺ ടൈം രജിസ്ട്രേഷൻ ആണ് പരിചയപ്പെടുന്നത്. ശേഷം നമുക്ക് SSCയുടെ വെബ്സൈറ്റിലേക്ക് പ്രവേശിച്ച് SSC വൺ ടൈം രജിസ്ട്രേഷനുള്ള ഒരു വീഡിയോ അടുത്ത പാർട്ടായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, PSC വൺ ടൈം രജിസ്ട്രേഷൻ നടത്തുന്നതിന് വേണ്ടി കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റായ www.keralapsc.gov.in എന്ന വെബ്സൈറ്റിലേക്ക് പ്രവേശിക്കേണ്ടതുണ്ട്. ഗൂഗിളിൽ നമുക്ക് കേരള PSC എന്ന് ടൈപ്പ് ചെയ്യുന്ന സമയത്ത് ലഭിക്കുന്ന സെർച്ച് റിസൾട്ടിൽ ആദ്യ റിസൾട്ട് തന്നെ നമ്മുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആയിരിക്കും. അപ്പോൾ അതിലെ കേരള PSC എന്നുള്ള ലിങ്ക് ഞാൻ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ നമ്മൾ എത്തിച്ചേരുന്നത് PSCയുടെ ഹോം പേജിലാണ്, കേരള PSC വെബ്സൈറ്റിന്റെ ഹോം പേജിലാണ്. ഈ ഹോം പേജിൽ തന്നെ നമുക്ക് വൺ ടൈം രജിസ്ട്രേഷൻ ലിങ്ക് കാണാൻ പറ്റും. വൺ ടൈം രജിസ്ട്രേഷൻ ലോഗിൻ എന്നാ കാണാൻ കഴിയുക. അവിടെ ക്ലിക്ക് ചെയ്താൽ മതിയാകും. പുതിയൊരു പേജ് ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. ഈ പേജിൽ ഓൾറെഡി രജിസ്റ്റർ ചെയ്ത ആൾക്കാർക്ക് ലോഗിൻ ചെയ്യാനുള്ള ഭാഗമുണ്ട്. യൂസർ ID, പാസ്വേഡ് കൊടുത്തുകൊണ്ട് അവിടെയുള്ള ക്യാപ്ചർ കൂടെ ഫിൽ ചെയ്ത് കഴിഞ്ഞാൽ ലോഗിൻ ചെയ്യാം. എന്നാൽ അതേസമയം നമുക്ക് ന്യൂ രജിസ്ട്രേഷൻ എന്നൊരു ഭാഗം കാണാൻ കഴിയും. പുതുതായിട്ട് രജിസ്റ്റർ ചെയ്യാൻ പോകുന്ന ആൾക്കാർ ഈ ന്യൂ രജിസ്ട്രേഷൻ ആണ് ക്ലിക്ക് ചെയ്യേണ്ടത്. ഇപ്പൊ നമ്മുടെ മുമ്പിലേക്ക് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്ന പേജ് ഒന്ന് പരിചയപ്പെടാം. ഈ പേജിൽ നിങ്ങൾക്ക് എന്തൊക്കെ ഡീറ്റെയിൽസ് ആണ് വേണ്ടതെന്ന് കൃത്യമായിട്ട് ആദ്യം ഒന്ന് നോക്കി വെക്കാം. കാരണം ഈ ഡാറ്റ മുഴുവനായും നിങ്ങൾ ശേഖരിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ രജിസ്ട്രേഷൻ മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. ഇതിലെല്ലാ ഡാറ്റയും നിങ്ങൾ കാണാൻ കഴിയുന്ന പോലെ തന്നെ മാൻഡേറ്ററി ആണ്. സ്റ്റാർ മാർക്ക് കാണാം. ഒന്നാമതായിട്ട് നെയിം, ഉദ്യോഗാർത്ഥിയുടെ പൂർണ്ണമായ പേര്, അതായത് SSLC ബുക്കിലൊക്കെ ഉള്ളതുപോലെ കളക്ട് ചെയ്ത് വെക്കുക. ശേഷം ഡേറ്റ് ഓഫ് ബർത്ത് ആണ് പറയുന്നത്. അപ്പോൾ ഇതിലെ ഡേറ്റ് ഓഫ് ബർത്ത് നമ്മളോട് ഒന്നുകൂടെ കൺഫേം ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട്. കാരണം ഡേറ്റ് ഓഫ് ബർത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു രേഖയായതുകൊണ്ട് തന്നെ നിങ്ങൾ തെറ്റിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ് അത് എൻ്റർ ചെയ്യാൻ പറയുന്നത്. ഇതിൽ ജെൻഡർ ചോദിക്കുന്നു. ജെൻഡറിൽ നമുക്ക് മെയിൽ, ഫീമെയിൽ, ട്രാൻസ്ജെൻഡർ 3 വിഭാഗം ചേർക്കാൻ സ്ഥലമുണ്ട്. ഇനി അതിനുശേഷം ഫാദേഴ്സ് നെയിം, മദേഴ്സ് നെയിം, റിലീജിയൻ, കാസ്റ്റ്, സബ് കാസ്റ്റ്, ഇതൊക്കെ നമുക്ക് ഇവിടെ നിന്ന് ചൂസ് ചെയ്യാൻ കഴിയും. ഡ്രോപ്പ് ഡൗൺ മെനു ആയിട്ട് വരുന്നുണ്ട്. അടുത്ത് നമ്മളോട് ചോദിക്കുന്നത് ID പ്രൂഫാണ്. ID പ്രൂഫിന്റെ ഭാഗം നോക്കുന്ന സമയത്ത് ആധാർ തുടങ്ങി ആൽഫബറ്റിക്കൽ ഓർഡറിൽ വിവിധങ്ങളായ ഡോക്യുമെന്റ്സ് ഏതൊക്കെ സ്വീകരിക്കാമെന്ന് പറയുന്നുണ്ട്. അതിന് ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ട്, അതേപോലെ വോട്ടേഴ്സ് ID കാർഡ് കാണാം, പാൻ കാർഡ് കാണാം, പാസ്പോർട്ട് കാണാം,
തീർച്ചയായിട്ടും നമുക്ക് ID പ്രൂഫ് ആയിട്ട് കൊടുക്കാൻ കഴിയുന്നത് ആധാർ തന്നെയായിരിക്കും നല്ലത്. ഇനി അല്ലെങ്കിൽ വോട്ടേഴ്സ് ഐഡന്റിറ്റി കാർഡ് പോലുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും. അതുകൊണ്ട് അത് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. അടുത്ത് ചോദിക്കുന്നത് ID പ്രൂഫ് ഡീറ്റെയിൽസ് ആണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ID പ്രൂഫ് ഒരെണ്ണം ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ഞാനിവിടെ ആധാർ ചൂസ് ചെയ്യുന്ന സമയത്ത് ആധാറിന്റെ 12 അക്കം ടൈപ്പ് ചെയ്യാനുള്ള സ്പേസ് നമുക്ക് കാണാൻ പറ്റും. പിന്നീട് മൊബൈൽ നമ്പറാണ്. ഈ മൊബൈൽ നമ്പർ വളരെ പ്രധാനമാണ്. ആപ്ലിക്കേഷൻ സമയത്ത് നമ്മൾ വൺ ടൈം രജിസ്ട്രേഷൻ കഴിഞ്ഞതിന് ശേഷം ആപ്ലിക്കേഷൻ സമയത്ത് പല ആവശ്യങ്ങൾക്കും ഇതിലേക്ക് OTP വരുന്നതുണ്ടാകാം. അതേപോലെ തന്നെ ഒരുപക്ഷെ നമ്മുടെ പാസ്വേഡ് ഒക്കെ മറന്നു പോകുന്ന ഒരു കേസ് ഉണ്ടാകുന്ന സമയത്ത് റീസെറ്റ് ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്നത് ഈ മൊബൈൽ നമ്പറാണ്. അതുകൊണ്ട് കൃത്യമായിട്ട് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഒരു മൊബൈൽ നമ്പർ തന്നെ കൊടുക്കുക എന്നുള്ളത് ശ്രദ്ധിക്കുക. അടുത്തതായി യൂസർ ID ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ യൂസർ ID എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മുടെ പേര് സാധാരണ എല്ലാ മെയിൽ ഐഡിയും മറ്റൊക്കെ ചെയ്യുന്ന പോലെ തന്നെ യൂസർ ID ക്രിയേറ്റ് ചെയ്യുന്നതാണ്. സ്വാഭാവികമായിട്ടും നമ്മളൊരു യൂസർ ID ടൈപ്പ് ചെയ്യുന്ന സമയത്ത് അത് അവൈലബിൾ അല്ല എങ്കിൽ മറ്റൊന്ന് ചൂസ് ചെയ്യേണ്ടി വരും. ഒരുപക്ഷെ അയാളുടെ പേര് തന്നെ കിട്ടണമെന്നില്ല, ഇനീഷ്യൽ ചേർക്കേണ്ടി വരാം, ചിലപ്പോൾ 1 2 3 വേണ്ടി വരാം. നിങ്ങൾ അല്ലെങ്കിൽ പേര് പ്ലസ് ഇയർ ഓഫ് ബർത്ത്, അങ്ങനെ നിങ്ങൾക്കൊരു കോമ്പിനേഷൻ പ്രകാരം യൂസർ ID ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അതേപോലെ തന്നെ യൂസർ ID ഒന്ന് കൺഫേം ചെയ്യുന്നു. ദെൻ അടുത്തത് പാസ്വേഡ് ആണ്. ഓക്കെ, ഈ പാസ്വേഡും വളരെ കൃത്യമായി ശ്രദ്ധയോടെ, ഒരുപക്ഷെ ഒരു ബൾക്ക് ക്യാമ്പയിന്റെ ഭാഗമായിട്ടാണ് വൺ ടൈം രജിസ്ട്രേഷൻ ഒക്കെ നടത്തുന്നതെങ്കിൽ ഒരു യൂസർ ID, ഒരു വ്യക്തിയുടെ പേര്, അയാളുടെ യൂസർ ID പാസ്വേഡ് ഒക്കെ നോട്ട് ചെയ്ത് വെക്കുന്നത് നല്ലതായിരിക്കും എന്ന് മനസ്സിലാക്കുക. ആൻഡ് ഫൈനലി ഒരു ഡിക്ലറേഷൻ നടത്തിക്കൊണ്ട് രജിസ്റ്റർ ചെയ്യാം. ഇതാണ് ഇതിലെ ആദ്യ പേജ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇത്രയും ഡാറ്റ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് വൺ ടൈം രജിസ്ട്രേഷൻ ആരംഭിക്കാം. അപ്പോൾ നമ്മളൊരു സാമ്പിൾ രജിസ്ട്രേഷൻ നടത്തി നോക്കുകയാണ്. ഇതിലെ നെയിമിന്റെ ഭാഗത്ത് ഞാൻ നെയിം എൻ്റർ ചെയ്യട്ടെ. പേര് നമുക്ക് ഒന്നുകൂടെ എൻ്റർ ചെയ്ത് കൺഫേം ചെയ്യേണ്ടതുണ്ട്. തുടർന്ന് ഈ പേജിൽ ആവശ്യമായ മുഴുവൻ രേഖകളും എൻ്റർ ചെയ്യുന്നു. ക്യാപ്ച കൂടെ ടൈപ്പ് ചെയ്തതിനു ശേഷം നമുക്ക് രജിസ്റ്റർ ക്ലിക്ക് ചെയ്യാം. കൺഗ്രാറ്റുലേഷൻസ്, ഇവിടെ നമുക്ക് രജിസ്ട്രേഷൻ സക്സസ്ഫുൾ ആയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് അവിടെ ലോഗിൻ ക്ലിക്ക് ചെയ്തപ്പോൾ യൂസർ ID പാസ്വേഡ് ഉപയോഗിച്ചുകൊണ്ട് വീണ്ടും ലോഗിൻ ചെയ്യാന്നുള്ളതാണ്. ഇവിടെ ലോഗിൻ എന്നുള്ള ആ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇങ്ങോട്ടേക്ക് വരുന്ന കാണാൻ പറ്റും. ഇവിടെ ഈ ഒരു പ്രൊസീജിയർ പൂർത്തീകരിക്കുന്ന സമയത്ത് വളരെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്, പ്രത്യേകിച്ചും ഒരു ക്യാമ്പയിന്റെ ഭാഗമായിട്ടൊക്കെ നടത്തുമ്പോൾ നമ്മൾ വരുന്ന ആൾക്കാരുടെ പേര്, അവരുടെ മൊബൈൽ നമ്പർ, അതോടൊപ്പം തന്നെ യൂസർ ID, പാസ്വേഡ്, ഇവ ഒരു ലിസ്റ്റ് ആക്കി വെക്കുന്നത് നല്ലതായിരിക്കും. പിന്നീട് ആ യൂസർക്ക് സൗകര്യപൂർവ്വം പാസ്വേഡൊക്കെ മാറ്റാൻ കഴിയുമല്ലോ. എന്നാൽ നമ്മൾ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് കൺഫ്യൂഷൻ ആകാതിരിക്കാനും മറന്നു പോകാതിരിക്കാനൊക്കെ ഉള്ള രീതി നമുക്ക് അവലംബിക്കാൻ വേണ്ടി കഴിയും. ഞാനിവിടെ വീണ്ടും രജിസ്റ്റർ ചെയ്ത ആ ഒരു ഡീറ്റെയിൽസ് ഉപയോഗിച്ചുകൊണ്ട് ഒന്ന് ലോഗിൻ ചെയ്യാൻ പോവാണ്. നോക്കാം. നേരത്തെ ക്രിയേറ്റ് ചെയ്ത ലോഗിൻ ID ടൈപ്പ് ചെയ്യുന്നു. ശേഷം നമ്മൾ സെറ്റ് ചെയ്ത പാസ്വേഡിന് ശേഷം ക്യാപ്ച ടൈപ്പ് ചെയ്യാനുണ്ട്. ക്യാപ്ച കേസ് സെൻസിറ്റീവ് ആണെന്ന് അറിയാം. സൈൻ ഇൻ കൊടുക്കുന്നു. ലോഗിൻ ആയിട്ടുണ്ട്. അപ്പോൾ നോക്കാം, നമുക്കിവിടെ ഇപ്പോൾ മാറ്റാൻ കഴിയാത്ത വളരെ പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ പറഞ്ഞത്. ഒന്ന് പേരാണ്, അതോടൊപ്പം തന്നെ ഡേറ്റ് ഓഫ് ബർത്തുമാണ്. നമ്മൾ നേരത്തെ 2 തവണ ടൈപ്പ് ചെയ്തുകൊണ്ട് കൺഫേം ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധയോടെ SSLC ബുക്കിലൊക്കെ ഉള്ളതുപോലെ തന്നെ കൃത്യമായിട്ട് വേണം നമ്മൾ പേരും ഡേറ്റ് ഓഫ് ബർത്തും നൽകാൻ. അത് പിന്നീട് മാറ്റാൻ കഴിയില്ല എന്ന് ഓർമ്മിക്കാം. ഈവൻ റിലീജിയൻ, കാസ്റ്റ്, സബ് കാസ്റ്റ് പോലും ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് മാറ്റാം. അടുത്തത് ഒരു ഐഡന്റിഫിക്കേഷൻ മാർക്ക് കൊടുക്കേണ്ടതുണ്ട്. രജിസ്റ്റർ ചെയ്യാൻ പോകുന്ന ആളുടെ ഐഡന്റിഫിക്കേഷൻ മാർക്ക് കൂടെ മനസ്സിലാക്കി വെക്കുക. ഇവിടെ ഐഡന്റിഫിക്കേഷൻ മാർക്ക് കൊടുക്കുകയാണ്. ഓക്കെ, ദെൻ നാഷണാലിറ്റി ഡെഫിനറ്റ്ലി ഇന്ത്യൻ ആയിരിക്കും. ചൂസ് ചെയ്തു. നമുക്ക് അടുത്ത സേവ് ആൻഡ് പ്രൊസീഡിലേക്ക് പോവാം. അപ്പോൾ പേഴ്സണൽ ഡീറ്റെയിൽസ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് ഈ ഒരു ഉദ്യോഗാർത്ഥിയുടെ അഡ്രസ് ഡീറ്റെയിൽസ്, അത് പെർമനന്റ് അഡ്രസ്സും അതേപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സും കൊടുക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ അവസാനം ഇമെയിൽ ID കൂടെ കൊടുക്കാൻ പറയുന്നുണ്ട്. സേവ് ചെയ്ത് പ്രൊസീഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫോട്ടോഗ്രാഫ് അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാകും, സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാകും. ശേഷം ഈ അപേക്ഷ നമുക്ക് പ്രിവ്യൂ ചെയ്ത് സബ്മിറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്ക് അതിലേക്ക് ഒന്ന് മൂവ് ചെയ്യാം. ഞാൻ അഡ്രസ് ടൈപ്പ് ചെയ്യാണ്. പ്ലേസ് കൊടുക്കണം, പോസ്റ്റ് ഓഫീസ് കൊടുക്കുക, ശേഷം പിൻ കോഡ് കൊടുക്കുക. സോ നെക്സ്റ്റ് സ്റ്റേറ്റ് ആണ്, ഡ്രോപ്പ് ഡൗൺ മെനു ആയിട്ട് ലഭിച്ചു. ഡിസ്ട്രിക്റ്റും ഡ്രോപ്പ് ഡൗൺ ആയിട്ട് ലഭിക്കും, ഏത് ജില്ലയാണെന്ന് കൊടുക്കാം. ജില്ലയും ചൂസ് ചെയ്തിട്ടുണ്ട്. ജില്ല ചൂസ് ചെയ്യുന്ന സമയത്ത് നമ്മളോട് താലൂക്ക് ചോദിക്കുന്നു, താലൂക്കും അതേപോലെ വരും. ലോക്കൽ ബോഡിയും അതേപോലെ തന്നെ നമ്മൾ പഞ്ചായത്തിലാണോ മുനിസിപ്പാലിറ്റി ആണോ കോർപ്പറേഷനോ ചോദിക്കുന്നുണ്ട്. പഞ്ചായത്താണ് ചൂസ് ചെയ്തു. ലോക്കൽ ബോഡിയുടെ പേരും അവിടെ നമുക്ക് ഡ്രോപ്പ് ഡൗൺ ആയിട്ട് ലഭിക്കും. വില്ലേജ് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കണം.
ഓക്കെ, ഇനി ഇത് തന്നെയാണ് ഉദ്യോഗാർത്ഥിയുടെ പ്രസന്റ് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ അഡ്രസ് എങ്കിൽ ഇവിടെ ഒരു ടിക്ക് മാർക്ക് മാത്രം കൊടുത്താൽ മതി. ആ ടിക്ക് കൊടുക്കുന്ന സമയത്ത് അതുകൂടെ അവിടെ കോപ്പി ചെയ്ത് വരുന്നതായിട്ട് കാണാൻ പറ്റും. അടുത്തത് ഇമെയിൽ ID ചേർത്ത് കൊടുക്കാം. സേവ് ആൻഡ് പ്രൊസീഡ് ചെയ്യുന്നു. ഇവിടെ നമുക്ക് കമ്മ്യൂണിക്കേഷൻ ഡീറ്റെയിൽസ് സക്സസ്ഫുള്ളി അപ്ലോഡ് എന്നുള്ള മെസ്സേജ് ലഭിക്കും. ഓക്കെ കൊടുക്കാം. അടുത്ത ഫോട്ടോഗ്രാഫ് അപ്ലോഡിംഗ് ആണ്. ഈ ഫോട്ടോ അപ്ലോഡിങ്ങിന്റെ സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം, ഫോട്ടോയുടെ താഴെ ഉദ്യോഗാർത്ഥിയുടെ പേരും അതേപോലെ ഫോട്ടോ എടുത്ത ഡേറ്റും കൃത്യമായിട്ട് കൊടുത്തിരിക്കുന്നു എന്നത് ഉറപ്പുവരുത്തുക. അത്തരത്തിലുള്ള ഫോട്ടോ മാത്രമേ സ്വീകരിക്കുള്ളൂ. അപ്പോൾ അത്തരമൊരു ഫോട്ടോ നമ്മൾ തയ്യാറാക്കി വെക്കേണ്ടതുണ്ട്. മൊബൈൽ ഫോണിൽ പോലും നമുക്ക് ഈ വൺ ടൈം രജിസ്ട്രേഷൻ നടത്താൻ പറ്റും. ഞാൻ പ്രിഫർ ചെയ്യുന്നത് സ്വാഭാവികമായിട്ടും കൂടുതൽ പേരൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ വൺ ടൈം രജിസ്ട്രേഷൻ ക്യാമ്പയിനൊക്കെ നടത്തുമ്പോൾ നിങ്ങൾ ലാപ്ടോപ്പ് അല്ലെങ്കിൽ PC തന്നെ ഉപയോഗിക്കുക. അപ്പോൾ അതായിരിക്കും കുറച്ചുകൂടെ കൺവീനിയൻ്റ് ആകുക. ഇവിടെ ഫോട്ടോയുടെ പ്രത്യേകത ശ്രദ്ധിക്കുക. ഒന്ന് 150 പിക്സൽസ് വിഡ്ത്തും അതേപോലെ 200 പിക്സൽസ് ഹൈറ്റുള്ള ഫോട്ടോ ആയിരിക്കാം. ദെൻ JPG ഫോർമാറ്റാണ് ഇപ്പോൾ ഈ ഫോട്ടോ വേണ്ടത്. 30 KB ആണ് ഫോട്ടോയ്ക്ക് അലോ ചെയ്തിരിക്കുന്ന സൈസ്. അപ്പോൾ ഈ തരത്തിലുള്ള ഫോട്ടോ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെക്കണം. ഫോട്ടോ അപ്ലോഡ് ചെയ്തു. ഇവിടെ ഫോട്ടോ നമ്മൾ ചൂസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഫോട്ടോയുടെ മുകളിൽ കാണുന്ന പേര് അതേപോലെ തന്നെ ഒന്നുകൂടെ ടൈപ്പ് ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൂടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഫോട്ടോ എടുത്ത ഡേറ്റാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഫോട്ടോയിൽ എന്താണുള്ളത് അത് അതേപോലെ തന്നെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. ഇനി ഇവിടെ ഒരു ഡിക്ലറേഷൻസ് ഉണ്ട്. ഫോട്ടോയുടെ ബോട്ടം പോർഷനിൽ പേരും ഡേറ്റ് ഓഫ് ഫോട്ടോ ടേക്കൺ ഉണ്ടെന്ന് ഡിക്ലെയർ ചെയ്യുന്നു. അതേപോലെ തന്നെ കൃത്യമായിട്ട് 1 വർഷത്തിനെടുത്ത ഫോട്ടോ ആണെന്ന് കൊടുക്കുന്നു. അതൊരു ഡിക്ലറേഷനാണ്. 1 വർഷത്തിനുള്ളിൽ എടുത്ത ഫോട്ടോ ആയിരിക്കണം. ഇനി അതേപോലെ തന്നെ മൈ നെയിം, ഡേറ്റ് ഓഫ് ഫോട്ടോ ടേക്കൺ ആൻഡ് ദ ഫേസ് ഇൻ ദ ഫോട്ടോഗ്രാഫ് ആർ ക്ലിയർ ആൻഡ് ലെജിബിൾ. കൃത്യമാണ്, മുഖവും ക്ലിയർ ആണ്, ഫോട്ടോ എടുത്ത ഡേറ്റും കാര്യങ്ങളൊക്കെ അവിടെ കൃത്യമാണെന്ന് പറയാണ്. അപ്പോൾ ആ ഡിക്ലറേഷൻസ് 3 കൊടുക്കുക. അങ്ങനെയുള്ള ഫോട്ടോസ് ആയിരിക്കണമെന്ന് പ്രത്യേകിച്ച് ഓർമ്മിക്കുക. സേവ് ആൻഡ് പ്രൊസീഡ് കൊടുക്കുക. ഒന്നുകൂടെ ആ ഡിക്ലറേഷൻ കൺഫേം ചെയ്യാൻ ചോദിക്കുന്നുണ്ട്. കാരണം എറർ വരുത്താതിരിക്കാൻ വേണ്ടിയിട്ടാണ്, ശ്രദ്ധിക്കണം. ഫോട്ടോ നമ്മൾ സക്സസ്ഫുള്ളി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അവസാനത്തെ ഒരു കാര്യം കൂടെ മാത്രം ഉണ്ട് ബാക്കി. ദാറ്റ് ഈസ് സിഗ്നേച്ചർ അപ്ലോഡിംഗ് ആണ്. ഒപ്പ്, ഉദ്യോഗാർത്ഥിയുടെ സൈൻ അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. ഇവിടെ ഡയറക്ഷൻസ് നൽകിയിട്ടുണ്ട്. 30 KB 30 KB താഴെയുള്ള ഫയൽ ആയിരിക്കണം. അതേപോലെ ഇതുകൂടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് ഇത്തരത്തിലുള്ള സിഗ്നേച്ചർ കൂടെ നമ്മൾ തയ്യാറാക്കി വെക്കുന്നത് ഉറപ്പുവരുത്താം. അതൊരു വൈറ്റ് പേപ്പറിലോ മറ്റോ സൈൻ ചെയ്തിട്ട് നമുക്ക് ഫോണിൽ ഫോട്ടോ ആയിട്ട് എടുത്താലൊക്കെ മതിയാകും. പക്ഷെ അതിന്റെ ഫയൽ സൈസും അതേപോലെ തന്നെ പറഞ്ഞിരിക്കുന്ന ഡയമെൻഷൻസും കറക്റ്റ് ആണെന്ന് ഉറപ്പിക്കുക. വൺ ടൈം രജിസ്ട്രേഷന്റെ അവസാന ഭാഗത്തേക്ക് നമ്മൾ വരികയാണ്. നമ്മൾ സിഗ്നേച്ചർ കൂടെ അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. നേരത്തെ സിഗ്നേച്ചറിന്റെ ഡയമെൻഷൻസ് പറഞ്ഞു. 150 പിക്സൽ വിഡ്ത്താണ്, 100 പിക്സൽ ഹൈറ്റ് ആണ്, മാക്സിമം 30 KB ആണ് ഫയൽ സൈസ്. ഫയൽ ചൂസ് ചെയ്യുന്നു. ഓൾറെഡി ചൂസ് ചെയ്തിരിക്കുന്ന സൈൻ അവിടെ നമുക്ക് കാണാം. ഓക്കെ, ആ സൈൻ്റെ പ്രിവ്യൂ അവിടെ ഉണ്ട്. The above signature is my own and clear and legible എന്നൊരു ഡിക്ലറേഷൻ അവിടെ ഉണ്ട്. We can save and proceed. Successfully updated. Okay. Registration not yet complete. വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ ആണ് തരുന്നത്. കാരണം നമുക്ക് അവസാനമായിട്ട് ഇതൊന്ന് വെരിഫൈ ചെയ്ത് സബ്മിറ്റ് ചെയ്യാനുണ്ട്. ഇതുവരെ കൊടുത്തിരിക്കുന്ന മുഴുവൻ ഡീറ്റെയിൽസും ഇവിടെ നമുക്ക് കാണാൻ പറ്റും. പേരുണ്ട്, ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ട്, ജെൻഡർ, അതേപോലെ അഡ്രസ് ഡീറ്റെയിൽസ് ഉണ്ട്, ദെൻ ഐഡന്റിഫിക്കേഷൻ മാർക്ക് ഉണ്ട്, കമ്മ്യൂണിക്കേഷൻ അഡ്രസ് ഉണ്ട്, ഇമെയിൽ ID കാണാം, ദെൻ ഫോട്ടോഗ്രാഫ് ആൻഡ് സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്തതുണ്ട്. ഫൈനലി ഐ അഗ്രി കൊടുക്കുന്നു. ദെൻ വേണമെങ്കിൽ ഈ രജിസ്ട്രേഷൻ ഡീറ്റെയിൽസ് പ്രിന്റ് എടുക്കാനുള്ള ഓപ്ഷൻ അവിടെ തന്നെ കാണാം. പ്രിന്റ് രജിസ്ട്രേഷൻ ഡീറ്റെയിൽസ് ആവശ്യമില്ല, ഒന്ന് കൃത്യമായിട്ട് വെരിഫൈ ചെയ്താൽ മതിയാകും. ഒന്നുകൂടെ നിർബന്ധമായിട്ട് വെരിഫൈ ചെയ്യണം എവിടെയെങ്കിലും തെറ്റുണ്ടോ എന്നുള്ളത്. ഓക്കെ ആണെങ്കിൽ വി ക്യാൻ സബ്മിറ്റ്. കൺഗ്രാറ്റുലേഷൻസ്. ഇതോടുകൂടി നമ്മുടെ വൺ ടൈം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഫൈനലി ഒരു കാര്യം കൂടി മാത്രം, നമ്മൾ ഈ രജിസ്റ്റർ ചെയ്ത കാൻഡിഡേറ്റിന്റെ ഡീറ്റെയിൽസ് ഒന്ന് ലോഗിൻ ചെയ്ത് നോക്കുന്നു. യെസ്, എവറിത്തിങ് ക്ലിയർ. നമ്മളിത് രജിസ്റ്റർ ചെയ്ത് കൃത്യമായിട്ട് അവിടെ കാണാം. ഇവരുടെ പ്രൊഫൈലിലേക്ക് പോയിട്ട് ക്വാളിഫിക്കേഷൻസ് അപ്ഡേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, അതേപോലെ ആധാർ ലിങ്കിങ്ങിന് ഓപ്ഷൻ ഉണ്ട്. അതേപോലെ ഈ ഉദ്യോഗാർത്ഥിക്ക് ഇവരുടെ ക്വാളിഫിക്കേഷൻസ് ഇതിലേക്ക് ചേർത്താൽ മാത്രമേ വിവിധ നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് അതിനനുസരിച്ച് അപ്ലൈ ചെയ്യാൻ കഴിയുള്ളൂ എന്നുള്ള കാര്യം കൂടെ ഓർത്ത് വെക്കുക. നമ്മളിപ്പോൾ മനസ്സിലാക്കിയിരിക്കുന്നത് വൺ ടൈം രജിസ്ട്രേഷൻ പ്രൊസീജിയർ മാത്രമായതുകൊണ്ട് ഞാൻ ആ മേഖലയിലേക്ക് ഇപ്പോൾ കടക്കുന്നില്ല. ബാക്കി നിങ്ങൾക്ക് വഴിയെ ചെയ്തു നോക്കാമെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും PSC വെബ്സൈറ്റിൽ
PSCയുടെ വെബ്സൈറ്റിൻ്റെ 1 ടൈം രജിസ്ട്രേഷൻ എങ്ങനെ കൃത്യമായിട്ട് പൂർത്തീകരിക്കാമെന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പ്രതീക്ഷിക്കുന്നത്. അടുത്ത് നമ്മൾ രണ്ടാമതൊരു വീഡിയോ എന്നുള്ളത് SSC രജിസ്ട്രേഷനാണ്. നമുക്കത് വഴിയെ മനസ്സിലാക്കാം. ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. താങ്ക് യു എവരിബഡി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.